ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവരും എന്നെ അടുക്കുവാണോ? ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരിയേക്കാന്ന് ഓർത്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയതാ. ദേ അവിടെ ഒരു റെമ്പൂട്ടാൻ നിൽപ്പുണ്ടേ, അതിലൊരു 5-6 കായുണ്ട്. ഇത്തവണ ഉണ്ടായ കാ മുഴുവൻ പൊഴിഞ്ഞു പോവായിരുന്നു, എന്തോ അസുഖം വന്ന പോലെ. ആ കാ കണ്ടപ്പോൾ തൊട്ട് കുഞ്ഞിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. എപ്പോൾ അതുവഴി പോയാലും അതിലേക്ക് ചൂണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വേണമെന്നാന്ന് തോന്നുന്നു. ഇന്ന് നോക്കിയപ്പോൾ അത് ചെറുതായിട്ട് 2 ചെനച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെന്തായാലും അവന് പറിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറിക്കുവാ കേട്ടോ. അവനെന്തൊക്കെയോ എന്നോട് എപ്പോഴും പറയുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നൊന്നുമില്ല കേട്ടോ. ആകെ 2 കിട്ടിയിട്ടുള്ളൂ. എന്തായാലും അവനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് ഇതൊക്കെ മതിയല്ലോ. അപ്പം അത് ഞാൻ അവന് പൊട്ടിച്ചു കൊടുക്കുവാണേ. അത് കഴിഞ്ഞപ്പോൾ മിറ്റം തൂത്തേക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. എനിക്ക് വലിയ ഗാർഡനൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു ഗാർഡനേ ഉള്ളൂ. കോവിഡിൻ്റെ ടൈമിൽ ഇതിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. ഇത് കണ്ടോ, ഈ പൂ നല്ല രസമില്ലേ കാണാൻ? ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ ബട്ടൺ റോസ് ആണേ, മഴയൊക്കെ പെയ്ത് പൂക്കൾ മുഴുവൻ നശിച്ചിട്ടുണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് ജമന്തിയാണ്, നല്ല ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ. പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ മിറ്റിലൊക്കെ എടുത്തിട്ടപ്പം കുറച്ച് ചെടികൾ ഞാൻ എടുത്തു വെച്ചു. ഇത് അമരീസ് ലില്ലിയാണേ, നല്ല ഭംഗിയാണ് പൂ വിടർന്ന് കഴിയുമ്പം. കാണിച്ചു തരാവേ. പിന്നെ നമ്മുടെ റെഡ് കളറ് ആന്തൂറിയം, നമ്മുടെ പീസ് ലില്ലി, സ്പൈഡർ പ്ലാന്റ്, ലിപ്സ്റ്റിക് പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ്, അങ്ങനെ ചെറിയൊരു ഗാർഡൻ എനിക്കും ഉണ്ട് കേട്ടോ. ഇത് പൂവാങ്കുരുന്നിലയാണ്. ഇത് ഔഷധമാണെന്ന് പറഞ്ഞിട്ട് അമ്മ നശിപ്പിച്ച് കളയാതെ നിർത്തിയേക്കുന്ന. ഇത് ഞങ്ങളിവിടെ റബ്ബർ ചെടി എന്നാണ് പറയുന്നത്. നിങ്ങളോ? ഇത് ചായമൻസയാണ്, എന്തോ ചീര ഐറ്റമാണ്. യൂട്യൂബിലൊക്കെ കറി വെക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ വെച്ചിട്ടില്ല. കുഞ്ഞന്തേ അടുത്ത പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്.